2020 ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തലമുറ മാറ്റത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ലോകകപ്പ് നേടിയതിനു പിന്നാലെ രോഹിത് ശർമ്മ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നായകസ്ഥാനവും അദ്ദേഹം ഒഴിഞ്ഞു. കപ്പ് നേടിയതിനു പിന്നാലെ വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും വിരമിക്കൽ പ്രഖ്യാപിച്ചു. 2020 യുവതാരങ്ങൾക്കായി വഴിമാറി കൊടുക്കാനാണ് സീനിയർ താരങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. 2020 ഇന്ത്യയുടെ പുതിയ നായകനായി ഹാർദിക് പാണ്ഡ്യ എത്താനാണ് സാധ്യത. എന്നാൽ അങ്ങനെ വന്നാൽ ഇന്ത്യക്ക് സ്പ്ലിറ്റ് ക്യാപ്റ്റൻസി പരീക്ഷിക്കേണ്ടി വരും. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ശീലമില്ലാത്ത ഒരു രീതിയാണിത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത നായകന്മാരെ പരീക്ഷിക്കാനായി സെലക്ടർമാരും ടീം മാനേജ്മെന്റും തയ്യാറാവുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. ഇന്ത്യയുടെ 2020 നായകസ്ഥാനം ഒഴിഞ്ഞ രോഹിത് ശർമ്മയെ ഏകദിന നായകസ്ഥാനത്ത് നിന്നും മാറ്റുമോ? അടുത്ത വർഷം ആദ്യം ചാമ്പ്യൻസ് ട്രോഫി നടക്കാൻ പോവുകയാണ്. ഇന്ത്യയുടെ ഭാവി മുന്നിൽ കണ്ട് രോഹിത്തിനെ മാറ്റി പുതിയ നായകന് അവസരം കൊടുക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരവെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് BCCI സെക്രട്ടറിയായ ജയ്ഷാ. വരുന്ന ചാമ്പ്യൻസ് ട്രോഫി വരെ ഏകദിന നായകസ്ഥാനത്ത് രോഹിത് തുടരുമെന്നാണ് ജയ്ഷാ പറയുന്നത്. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും ചാമ്പ്യൻസ് ട്രോഫിയും നേടുമെന്ന് ഉറപ്പുണ്ടെന്നാണ് ജയ്ഷാ NIയോട് സംസാരിക്കവേ പറഞ്ഞത്. നായകൻ എന്ന നിലയിൽ രോഹിത് ശർമ്മയ്ക്ക് വലിയ പിന്തുണ ജയ്ഷാ നൽകുന്നുണ്ട്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ 2020 ലോകകപ്പ് കിരീടം അലമാരയിൽ എത്തിക്കാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചു. 2013 ശേഷം ഇന്ത്യ നേടുന്ന ആദ്യത്തെ ICC ട്രോഫിയാണിത്. ഭാഗ്യമുള്ള നായകന്മാരിൽ ഒരാളാണ് രോഹിത്. IPL 5 തവണ കിരീടം നേടാൻ രോഹിത്തിന് സാധിച്ചിട്ടുണ്ട്. അവസാന ഏകദിന ലോകകപ്പിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് എത്തിക്കാൻ രോഹിത്തിന് സാധിച്ചെങ്കിലും കപ്പ് നേടാൻ സാധിച്ചില്ല. ചാമ്പ്യൻസ് ട്രോഫി കിരീടം രോഹിത്തിന് കീഴിൽ നേടാനായാൽ ഇതോടെ അദ്ദേഹം വിരമിക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. രോഹിത്തിന്റെ ഓപ്പണർ എന്ന നിലയിൽ ഫോം വളരെ മികച്ചതാണ്. 2020 ലോകകപ്പിൽ നിർണായക ഘട്ടങ്ങളിൽ തിളങ്ങാൻ രോഹിത്തിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യക്ക് പ്രതീക്ഷകൾ ഏറെയാണ്. എന്നാൽ ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിക്ക് വേദിയാകുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇതിനോടകം മത്സരത്തിന്റെ ഷെഡ്യൂളിന്റെ കരട് രൂപം പുറത്തുവിട്ടിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരത്തിന് ലാഹോറാണ് വേദിയാകുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും ഒരു ഗ്രൂപ്പിലാണ് വരുന്നത്. എന്നാൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ടൂർണമെന്റ് കളിക്കാൻ പോകില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ തന്നെ ജയ്ഷാ ഇക്കാര്യം വ്യക്തമാക്കിയതുമാണ്. ദുബായിലോ മറ്റേതെങ്കിലും ന്യൂട്രൽ വേദിയിലോ ചാമ്പ്യൻസ് ട്രോഫി നടത്തണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇത് അംഗീകരിക്കാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നാൽ അന്തിമ തീരുമാനം വരുമ്പോഴേക്കും പാകിസ്ഥാന് വിട്ടുവീഴ്ച ചെയ്യാതെ ഇരിക്കാനാവില്ല. കാരണം ഇന്ത്യൻ ടീമിനെ മാറ്റി നിർത്തി ടൂർണമെന്റ് നടത്തിയാൽ സ്പോൺസർമാർ കുറയും, പരസ്യവും കുറയും. ഇത് വലിയൊരു സാമ്പത്തിക ബാധ്യതയാകും PCBക്ക് ഉണ്ടാക്കുക. ICC തലപ്പത്ത് ജയ്ഷാ അടക്കമുള്ളതിനാൽ ഇന്ത്യക്ക് അനുകൂലമായി PCBക്ക് തീരുമാനമെടുക്കേണ്ടതായി വരും. എന്തായാലും ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യക്ക് അഭിമാന പ്രശ്നമാണ്. പാകിസ്ഥാൻ ആതിഥേയരാവുന്ന ചാമ്പ്യൻസ് ട്രോഫി അലമാരയിലേക്ക് എത്തിക്കാൻ ഇന്ത്യക്കാവുമോ എന്നത് ഇനി കണ്ടറിയാം.